വാഗ്ദാനമായിരുന്നു എല്ലാം ശരിയാവും. ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എല്ലാം ശരിയാണ് എന്നത് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതൊരു കവറപ്പ് ചെയ്യാനായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വീണ ജോർജിനെ കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു, നാടകം ചെയ്യുന്നു, അതെല്ലാം നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എത്ര ഉദാഹരണങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ജനങ്ങളൊരു അവസരം തരുമ്പോൾ ഒരു സർക്കാരിൻ്റെയും ഒരു MLAൻ്റെയും ഒരു മന്ത്രിൻ്റെയും ഒരു മുഖ്യമന്ത്രിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യത്യാസം കൊണ്ടുവരാൻ. പക്ഷേ ഇവിടെ നടന്നത്, കഴിഞ്ഞ 10 കൊല്ലം നടന്നത് കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം, NDAൻ്റെ എല്ലാ പ്രവർത്തകരുടെയും BJPൻ്റെ എല്ലാ പ്രവർത്തകരുടെയും ലക്ഷ്യം മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒരു പുതിയ വികസനത്തിന് രാഷ്ട്രം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അത് ഞാൻ ഇന്ന് ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. നിയമത്തിലും മറ്റ് 139 നിയോജക മണ്ഡലത്തിലും പ്രധാന എതിരാളി ഈ പഴയ CPM കോൺഗ്രസ് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയത്തിനെ മാറ്റാനും വികസനമില്ലായ്മ മാറ്റി വികസനം കൊണ്ടുവരാനാണ് BJP NDA ക്യാമ്പയിൻ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ CPM കോൺഗ്രസ് രണ്ടല്ല ഒന്നാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ഞങ്ങളും പറയുന്നു. അപ്പോൾ അതിൽ വലിയ എതിരാളിയോ ചെറിയ എതിരാളിയോ ഞങ്ങൾ കാണുന്നില്ല. രണ്ടുപേരും ഇന്ത്യ അലയൻസ് മുന്നണിയുടെ ഭാഗമാണ്. ഒരുമിച്ച് നാടിനെ നശിപ്പിച്ച രണ്ട് പാർട്ടികളാണ്. അവർ രണ്ടുപേരെയും ഈ പോളിറ്റിക്സിന് മാറ്റിവെച്ച് ഒരു പുതിയ രാഷ്ട്രീയം കൊണ്ടുവരാനാണ് BJP NDA മത്സരിക്കുന്നത്.